മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹിയോട് കണ്ണൻ പറയുന്നുണ്ട്, നിന്നെയും മോളെയും ഇനി കാണാൻ കഴിയുമെന്ന് ഒരിക്കലും കരുതിയതല്ല മഹി. സത്യം പറഞ്ഞാൽ ആ നിമിഷങ്ങളിലൊക്കെ തന്നെ നിങ്ങളുടെ മുഖമായിരുന്നു എന്റെ മനസ്സിൽ. ഞാൻ എന്നെ രക്ഷിക്കട എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിയോട് കരഞ്ഞപ്പോഴും അവൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴി കാറ് സ്വയം കേടുവരുത്തി എന്നെ കൊല്ലാനാണ് ശ്രമിച്ചത്. പിന്നീട് അവൻ ഞാൻ നടക്കുന്ന സത്യം പറഞ്ഞ് എന്നെ തള്ളിയിടുകയായിരുന്നു. ദൈവദൂതനെ പോലെ മാർക്കോയിൽ ലോപ്പസ് വന്നതുകൊണ്ട് മാത്രമാണ് നിന്റെ മുന്നിലിരുന്ന് ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിലും മാർക്കോയെ പോലെ കുറച്ചാളുകൾ നമുക്ക് ചുറ്റിലുള്ളത് കൊണ്ടാണല്ലോ കണ്ണേട്ടാ ഇപ്പോഴും നമ്മൾ ജീവനോടെ ഇരിക്കുന്നതും വേർപിരിയാതെ ഇരിക്കുന്നതും. അവരൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ എപ്പോഴോ നമ്മുടെ ശത്രുക്കൾ നമ്മൾ ഇല്ലാതാക്കിയേനെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മഹിയാണെങ്കിൽ കരയുന്നു. തുടർന്ന് മുത്തശ്ശിയാവട്ടെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. പോയ കരുണയെ കാണുന്നില്ലല്ലോ. പെട്ടെന്നാണ് അവിടേക്ക് മോഹിനി ഫോണുമായിട്ട് വരുന്നത്. അതെ, എന്റെ മോളെ ഞാൻ വിളിച്ചിരുന്നു. കണ്ണനോട് നിങ്ങളുടെ കൊച്ചുമോളും മരുമകനും ചേർന്ന് ചെയ്ത ക്രൂരതയെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അവൾ എന്നോട് പറഞ്ഞു. എങ്ങനെ സാധിക്കുന്നു നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ചെയ്യാനായിട്ട്? കണ്ണനെ കൊല്ലാൻ നോക്കാൻ മാത്രം അവൻ എന്ത് തെറ്റാ നിങ്ങളോടൊക്കെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഉണ്ണിക്ക് നേരെ ചൊവ്വേ ഒരു കാര്യം ചെയ്യാനായിട്ട് കഴിയില്ലെന്നേ. വൃത്തിക്ക് ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമായിരുന്നു. ഇത് കേൾക്കുമ്പോൾ മോഹിനിക്കാണെങ്കിൽ ഇരട്ടി ദേഷ്യം വരികയാണ്. എന്താ നിങ്ങൾ പറഞ്ഞ്? വൃത്തിക്ക് ചെയ്തിരുന്നുവെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമായിരുന്നു എന്നോ? അതിനർത്ഥം കണ്ണനെ കൊന്നുകളയാമായിരുന്നു, ഇപ്പൊ കണ്ണന്റെ മരണവാർത്ത കേൾക്കാമായിരുന്നു എന്നൊക്കെയല്ലേ നിങ്ങൾ ഉദ്ദേശിച്ച്? അതല്ല മോഹിനി, അത് പിന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി പരുങ്ങുമ്പോ, മതി നിർത്ത്, എല്ലാം മനസ്സിലായി. പക്ഷെ ഒരു കാര്യം ഓർത്തോ, കണ്ണനും മഹിക്കും ഒരു അബദ്ധം പറ്റില്ല. അവർക്ക് ദൈവങ്ങളുടെ കാവലുണ്ടെന്ന് പറയുമ്പോഴേക്കും അവിടേക്ക് കരുണയാണെങ്കിൽ ഒരു ഓട്ടോയിൽ വന്ന് ഇറങ്ങുകയാണ്. കരുണയെ കാണുമ്പോൾ വേഗം തന്നെ മുത്തശ്ശി, മോളെ എന്തായി, നിന്റെ അച്ഛനെ കണ്ടോ? നിന്റെ അച്ഛന് സുഖാണോ? ഓ, എന്റെ അച്ഛനും യാതൊരു പ്രശ്നമല്ല, അവിടെ സുഖമായിട്ടിരിക്കുന്നു. അല്ല, തടവ് പുള്ളികളുടെ തല്ലോ മറ്റോ അച്ഛൻ കൊള്ളുന്നുണ്ടോ? ഏയ്, ഒരു കുഴപ്പമില്ല. കൊള്ളുന്നത് മുഴുവൻ ഞാനാണല്ലോ, ദേ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് കരുണയാണെങ്കിൽ അവളുടെ സങ്കടം ഒരു കളിയാക്കുന്ന രൂപത്തിൽ പുറത്തേക്ക് വിടുകയാണ്. എന്താ മോളെ, എന്താ സംഭവിച്ചത്? എന്ത് സംഭവിക്കാൻ? എന്റെ ജീവിതം നശിച്ചുപോയി. ഇതിൽ കൂടുതൽ എന്തെങ്കിലും സംഭവിക്കാനുണ്ട്? എന്താടി നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? എവിടെയാ നിന്റെ ജീവിതം നശിച്ചു പോയത്? സ്വന്തം ജീവിതം നശിക്കണമോ അതോ നല്ലതാക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അവനവൻ തന്നെയാണ്. നിനക്ക് എത്ര നന്നായി ജീവിക്കാം. ആ കണ്ണനെയും മഹാലക്ഷ്മിയെയും സ്നേഹിച്ചിരുന്നുവെങ്കിൽ അവർ നിനക്ക് വേണ്ടതൊക്കെ തരില്ലായിരുന്നു എന്നൊക്കെ മോഹിനി ചോദിക്കുമ്പോൾ, ദേ അമ്മ മിണ്ടിപ്പോവരുത്. അമ്മയ്ക്ക് എപ്പോഴും അമ്മയുടെ മൂത്ത മരുമകനോടും മകളോടും മാത്രമേ കൂറുള്ളൂ. അതുകൊണ്ട് എന്റെ കാര്യത്തിൽ അമ്മ ഇടപെടാൻ വരണ്ട. ആ നശിച്ച ഒന്നിനും കൊള്ളാത്തവന്റെ കുഞ്ഞ് എന്റെ വയറ്റിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ എന്റെ മുത്തശ്ശിയുടെ കൂടെ പോയേനെ. ശിഷ്ടകാലം അവിടെ കഴിഞ്ഞേനെ. അങ്ങനെയെങ്കിലും ആ മഹാലക്ഷ്മിയുടെയും നടക്കുന്ന കണ്ണന്റെയും മുഖം കാണാതെ ഇരിക്കാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരുണ അവളുടെ സങ്കടങ്ങളെല്ലാം തുറന്നടിക്കുകയാണ്. ദേ, നിന്റെ ഈ മാനസികാവസ്ഥ വെച്ച് ഒരിക്കലും നീ നന്നാവാൻ പോകുന്നില്ല. നിനക്കൊരിക്കലും മാറാനും സാധിക്കില്ല. പിന്നെ നിന്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങളൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ, വേണ്ട, ഒന്നും സംഭവിക്കണ്ട. നിങ്ങളുടെ മകളുടെ ജീവിതത്തിൽ മാത്രം നല്ലത് സംഭവിച്ചാൽ മതി. അല്ലെങ്കിലും ഞാനിപ്പോ ആരാ? ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി. അത്രയ്ക്കും നശിച്ച ജന്മമാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരുണയാണെങ്കിൽ അവിടെ നിന്നും അകത്തേക്ക് കയറി പോവുകയാണ്. ഈ സമയം മുത്തശ്ശിയാണെങ്കിൽ മോഹിനിയോട് പറയുന്നുണ്ട്, എടി മോഹിനി, മോളാണെങ്കിൽ ആകെ തകർന്നു നിൽക്കുക. ഈ സമയത്തെങ്കിലും നിനക്കൊന്ന് മിണ്ടാതിരുന്നൂടെ? എങ്ങനെ മിണ്ടാതിരിക്കാനാ? ഇവളും ഇവളുടെ ഭർത്താവും കൂടി ചെയ്ത കാര്യങ്ങൾ ഓർക്കുമ്പോൾ എങ്ങനെ മിണ്ടാതിരിക്കും? ദേ മോഹിനി, ഒരു കാര്യം ഞാൻ പറയാം. ആ ഉണ്ണിയുടെ കയ്യും കാലും പിടിച്ചിട്ടാ മോളെ ഞാന് അവിടെ കൊണ്ടാക്കിയിട്ട് വന്നത്. ദേ ഇപ്പോ വീണ്ടും തല്ലി പിരിഞ്ഞു വന്നിരിക്കുന്നു. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയുന്നു. അതിനിടയിൽ നീ എങ്കിലും നിന്റെ മൂത്ത മോളെ കുറിച്ച് പറയാതെ ഒന്ന് ഇരിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയാണെങ്കിൽ അവിടെ നിന്നും പോവുകയാണ് കരുണയുടെ പുറകെ. അങ്ങനെ മോഹിനിക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ജന്മങ്ങളൊന്നും ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല എന്ന്. പിന്നീട് ദേഷ്യം കൊണ്ട് വിറച്ചിരിക്കുന്ന കരുണയ്ക്കരികിലേക്ക് മുത്തശ്ശി വരികയാണ്. ദേ മോളെ നോക്ക്, മുത്തശ്ശിയുടെ മോളെ എത്രയും പെട്ടെന്ന് റെഡിയായിട്ട് ആ കമലേശ്വരത്തിലേക്ക് പോവാൻ നോക്ക്. മുത്തശ്ശി ഒന്ന് നിർത്താമോ? എനിക്ക് അവിടെ പോവാൻ വയ്യ. ആ കണ്ണൻ നടക്കുന്നു, എന്റെ ഭർത്താവാണെങ്കിൽ വീൽ ചെയറിൽ. അത് പിന്നെ മോളെ, സ്വന്തം ഭർത്താവ് വീൽ ചെയറിലായിരിക്കുന്ന സമയത്ത് മോൾ ഇവിടെ വന്നിരിക്കുന്നത് ശരിയാണോ? അല്ലാതെ പിന്നെ അയാളെ നോക്കണോ ഞാൻ പോയിട്ട്? അയാൾ എന്നെ പൊന്നുപോലെ നോക്കുമെന്ന് കരുതിയിട്ടല്ലേ ഇവിടെ നിന്ന് നിങ്ങൾ എല്ലാവരും ചേർന്ന് അയാൾക്കൊപ്പം എന്നെ വിട്ടയച്ചത്? എന്നിട്ട് എന്ത് സംഭവിച്ചു? അതുകൊണ്ടേ ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നില്ല. ഇപ്പോ കണ്ണ് നടക്കുന്നത് മാത്രം കണ്ടാൽ മതി. ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ ആ മഹാലക്ഷ്മി കുഞ്ഞുമായിട്ട് വരും. എല്ലാ സുഖത്തോടും സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന അവളെ കാണാൻ എനിക്ക് വയ്യ മുത്തശ്ശി. ഈ കുഞ്ഞൊന്ന് പോയി കിട്ടിയിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും അവരെ കാണാതെ മുത്തശ്ശിക്കൊപ്പം എനിക്ക് ജീവിക്കാമല്ലോ. മോളെ അങ്ങനെ ചിന്തിക്കരുത്. ഈ കുഞ്ഞിനെ മോൾ നശിപ്പിക്കരുത്. അതൊക്കെ ദൈവകോപം വാങ്ങിക്കൂട്ടുന്ന ഓരോ ചിന്തകളാണെന്നൊക്കെ പറയുമ്പോ, അല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? എവിടെ നോക്കിയാലും മഹാലക്ഷ്മി മഹാലക്ഷ്മി മഹാലക്ഷ്മി. എന്റെ അമ്മായിയമ്മയ്ക്കും അമ്മയ്ക്കും എല്ലാവർക്കും മഹാലക്ഷ്മിയെ മാത്രം മതി. ഞാൻ എന്ന നശിച്ച ജന്മത്തെ ആർക്കും വേണ്ട. ആരും എന്നെ ഒന്ന് അംഗീകരിക്കുന്ന പോലുമില്ല. എനിക്ക് മടുത്തു മുത്തശ്ശി, ഈ ജീവിതം തന്നെ മടുത്തു എന്നൊക്കെ പറയുമ്പോൾ, മോളെ ആ ദുർഗ മാറിയില്ലേ? അവരുടെ മാറ്റം ചിലപ്പോ
സത്യമല്ലെങ്കിലോ എന്നൊക്കെ കരുണയോട് മുത്തശ്ശി ചോദിക്കുമ്പോൾ ആര് പറഞ്ഞു? അവർക്കേ സ്വന്തം മകനേക്കാൾ മരുമകളേക്കാൾ കൂടുതൽ ഇഷ്ടം ആ മഹാലക്ഷ്മിയോടും കണ്ണനോടൊക്കെയാ. അതുകൊണ്ട് അവര് നന്നായിട്ട് അവര് രണ്ടുപേരെയും സ്നേഹിക്കുന്നുണ്ട്. എന്നെ അവർക്ക് കണ്ണെടുത്താ കണ്ടൂടാ. ആ ദുർഗ ഉറപ്പായിട്ടും മാറി മുത്തശ്ശി എന്നൊക്കെ പറയുമ്പോ എങ്കിലേ മോളൊരു കാര്യം ചെയ്യേ, മാറിയതായിട്ട് അഭിനയിക്ക്. എന്നിട്ട് വീണ്ടും അവിടേക്ക് എങ്ങനെയൊക്കെ കയറി പറ്റാൻ നോക്ക്. ഉണ്ണിയെ മോള് സോപ്പിട്ട് കൂടെ നിക്ക്. അങ്ങനെ മാറിയതായിട്ട് അഭിനയിക്കുമ്പോ കണ്ണനും മഹാലക്ഷ്മിയും വീണ്ടും ഉണ്ണിയെ ജോലിയിലേക്ക് തിരിച്ചെടുക്കും. അങ്ങനെ നിങ്ങൾക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാലോ. പിന്നീട് നമുക്ക് ആലോചിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാം മോളെ. ഒരു കാര്യം ചെയ്യേ, മുത്തശ്ശിയുടെ മോള് എത്രയും പെട്ടെന്ന് റെഡിയാവാൻ നോക്ക്. ഞാൻ കൂടെ വരാം എന്നൊക്കെ പറയുമ്പോൾ കരുണയാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് തിരിച്ചു പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ മുത്തശ്ശി അവിടെ നിന്നും ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ച് പോകുന്നുണ്ട്. ശേഷം മഞ്ജു ആണെങ്കിൽ സത്യങ്ങളെല്ലാം അറിഞ്ഞ് ഒരു ഓട്ടോയും എടുത്ത് കമലേശ്വരത്തിലേക്ക് എത്തുന്നുണ്ട്. ദുർഗയാവട്ടെ മഞ്ജു വരുന്നത് കാണുമ്പോൾ സന്തോഷത്തോടെ പുറത്തേക്ക് പോവുകയാണ്. ആ, നിങ്ങളിവിടെ ഉണ്ടായിരുന്നോ? നിങ്ങൾക്കൊന്നും മടുത്തില്ലേ എന്റെ ഏട്ടനെയും ഏടത്തെയും കൊല്ലാൻ? നിങ്ങൾ വീണ്ടും ശ്രമിച്ചല്ലേ മോളെ? അത് പിന്നെ അതിൽ ഞാൻ പങ്കാളിയല്ല. എനിക്കറിയാം ആരൊക്കെ പങ്കാളിയാണ് അല്ലെന്നൊക്കെ. നിങ്ങൾ 3 പേരും അവരെ വകവരുത്തും, അത് ഉറപ്പാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേ, മാർക്കോയും ലോപ്പസും പിന്നെ ഞങ്ങളെ പോലുള്ളവരൊക്കെ പുറത്തു നിൽക്കുമ്പോ ഒരിക്കലും കണ്ണേട്ടനെയും ഏടത്തിയെയും നിങ്ങൾക്ക് തൊടാൻ സാധിക്കില്ല. എന്തായാലും കണ്ണേട്ടൻ നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞല്ലോ. ഇപ്പോ മറ്റവൻ വീൽ ചെയറിലായല്ലോ. അമ്മയ്ക്ക് അച്ഛൻ മരിച്ചതിന്റെ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷമെങ്കിലും ഒന്ന് മാറിക്കൂടെ? മരുമകളുടെയും മകന്റെയും ഈ ദുഷ്പ്രവർത്തികൾക്ക് നിൽക്കാതെ ഇരുന്നോടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ മോളെ, അല്ല മോളെ, ഞാൻ ചെയ്തിട്ടില്ല. അമ്മ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല. വയസ്സാം കാലത്തെ അമ്മയ്ക്കിപ്പോ ആരും ഉണ്ടാവില്ലെന്ന് തോന്നി തുടങ്ങി. അതുകൊണ്ട് മാത്രമാണ് അമ്മയുടെ ഈ മാറ്റം. എന്തെങ്കിലും ഒരു തരി കഞ്ഞി കിട്ടണ്ടേ? പിന്നെ കൂടെ നിന്ന് ചതിക്കുക, അതൊക്കെയാണ് അമ്മയുടെ ഉദ്ദേശം. അല്ലാതെ അമ്മ യഥാർത്ഥമായിട്ട് മാറിയിട്ടില്ല. അമ്മയ്ക്ക് മാറുന്നതായിരിക്കും നല്ലതെന്നൊക്കെ പറയുമ്പോൾ മോളെ, ഇനി ഞാൻ നിന്നെ എങ്ങനെ എന്ത് പറഞ്ഞാ മനസ്സിലാക്കേണ്ടത്? ഒന്നും പറയണ്ട. അവനെ ഞാനൊന്ന് കാണട്ടെ. അവൻ ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല. എന്നെയും സാഗറേട്ടനെയും പോലെ നിങ്ങൾക്ക് മാറിയിട്ടുണ്ടെങ്കിൽ കണ്ണേട്ടന് എന്ത് കുറവാ നിങ്ങൾക്ക് വെക്കുക? ഒരു കുറവും വെക്കില്ല. പക്ഷെ നിങ്ങൾ അതിന് തയ്യാറല്ല. ഇനി അമ്മയുടെ ആ കിടക്കുന്ന മോനെ മാർക്കോ വെറുതെ വിടില്ല. ഇതൊരു സൂചന മാത്രമാണ്. അവന്റെ കാല് തല്ലി ഒടിച്ചിരിക്കുന്നത്. ഇനി ചത്ത ശവം പോലെയായിരിക്കും അവൻ ഇവിടെ അവർക്ക് നേരെ കൈ ഒങ്ങിയിട്ടുണ്ടെങ്കിൽ കിടക്കാൻ പോകുന്നതെന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട് ദുർഗയാണെങ്കിൽ മോളെ, അവനെ ഞാനും കുറ്റപ്പെടുത്തി, അവനെ ഞാനും ഉപദേശിച്ചു നോക്കിയിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഓ, നല്ല ആളെ ഉപദേശം കൊടുക്കുന്നേ. ആദ്യം അമ്മ നന്നാക്. ഞാൻ എന്തായാലും അവനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു അകത്തേക്ക് പോവുകയാണ്. ഉണ്ണിയാണെങ്കിൽ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഈ സമയം മഞ്ജു വരുന്നത് കാണുമ്പോൾ ഉണ്ണിയാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. എടാ, എന്താടാ നിന്റെ കാലിന് എന്ത് പറ്റി? മാർക്കോ ബോധത്തോടു കൂടി തന്നെ സർജറി ചെയ്ത് എടുത്തു അല്ലടാ. നിനക്ക് വേദന എന്താണെന്ന് മനസ്സിലായോ? മരണവെപ്രാളം എന്താണെന്ന് നീ തിരിച്ചറിഞ്ഞോ ആ നിമിഷം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മഞ്ജു ആണെങ്കിൽ ഉണ്ണിയുടെ കഴുത്തിൽ പിടിച്ച് ഞെരുക്കുകയാണ്. അങ്ങനെ മഞ്ജു പറയുന്നുണ്ട്, ഇനി എന്റെ ഏട്ടന്റെയും ഏടത്തിയുടെയും കുഞ്ഞിന്റെയും നേർക്ക് നിന്റെ കൈ ഓങ്ങിയാൽ നിന്നെ കൊന്നുകളയോടാ. ഞാൻ തന്നെയായിരിക്കും നിന്റെ അന്തകൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഞ്ജു ദേഷ്യപ്പെടുമ്പോൾ വിടടി എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിയാണെങ്കിൽ കൈ തട്ടിമാറ്റുകയാണ്. ദേ, സ്വന്തം അച്ഛന്റെ കൊലയാളികൾക്ക് കൊട പിടിച്ചുകൊണ്ട് പാവപ്പെട്ട ഏട്ടനെയും ഏടത്തിയെയും കൊന്നുകളയാൻ നിനക്ക് എങ്ങനെ തോന്നിയടാ? നീയൊക്കെ ശരിക്കും ഒരു മനുഷ്യൻ തന്നെയാണോ? ദേ നോക്ക്, നീ എന്റെ 2 വയസ്സിന് മൂത്ത ഏട്ടനാണ്. പക്ഷെ നിന്നെ ഒരിക്കലും ഞാൻ ഏട്ട എന്ന് ഇനി വിളിക്കില്ലടാ. കാരണം നിനക്ക് ബഹുമാനം തരേണ്ട ആവശ്യം ഇനി ഇല്ലെന്ന് തോന്നുന്നു. എടാ, ഇനിയെങ്കിലും നന്നാക്. അവർക്കൊപ്പം നിന്ന് അവരെ അനുസരിച്ച് ജീവിക്കാൻ നോക്ക്. നിനക്ക് വേണ്ടതെല്ലാം അവർ തരും. പക്ഷെ നീ നിന്റെ ഭാര്യയും ഒരിക്കലും നന്നാക്കാൻ പോകുന്നില്ല. ആ കൊലയാളിയുടെ മകളെ കൂട്ടിയിട്ട് വന്നപ്പോ തന്നെ ഞങ്ങൾ കണക്ക് കൂട്ടിയതാ. നിനക്ക് ഒരു തരി പോലും അച്ഛന്റെ മരണത്തിൽ വിഷമമില്ല എന്ന്. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിന്റെ സ്വഭാവം അങ്ങനെയാണല്ലോ താഴെ നിൽക്കുന്ന നിന്റെ അമ്മ നിന്നെ വളർത്തിയെടുത്തത്. പക്ഷെ എന്തോ അതിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടു. നോക്കിക്കോടാ, നിനക്ക് ഇപ്പൊ കിട്ടുന്ന പൈസയുണ്ടല്ലോ, സാലറി, ആ മേഘനും അമ്മാവനും ഒക്കെ ഏട്ടൻ കൊടുത്തിരുന്നത് അതെല്ലാം കട്ട് ചെയ്തല്ലോ. അതുപോലെ തന്നെ നിന്റെ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാക്കും അവർ മെഴുകാതെ തന്നെ. ഇത് കേട്ട് ഉണ്ണിയാണെങ്കിൽ ആകെ ഷോക്കാവുകയാണ്. അതേടാ, നീ ഷോക്കാവൊന്നും വേണ്ട. ദേ, ഇനിയിപ്പോ കണ്ണേട്ടനും എടുത്തിയും തീരുമാനം എടുത്തില്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി അവരെ എടുപ്പിക്കും. എന്നിട്ട് നീയേ ശമ്പളമില്ലാതെ ഭിക്ഷയെടുത്ത് ജീവിക്കേണ്ടി വരും. പിന്നെ നിന്റെ ഭാര്യ വീട്ടിലെ സ്വത്തുക്കൾ കണ്ടിട്ടാണെങ്കിൽ അത് ഉറപ്പായിട്ടും കേസ് നടത്തി പ്രതാപൻ തൊലയ്ക്കും. അങ്ങനെ വരുമ്പോ ആകെയുള്ളത് ആ സ്വർണം മാത്രമായിരിക്കും. അതും വിട്ടുതൊലയ്ക്കാതെ കേസ് നടത്തി കൊണ്ടുപോകാതെ നോക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ നോക്കെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് കിട്ടിയ സ്വർണം ഞാൻ ആരെയും തൊടാൻ വിടില്ല എന്നൊക്കെ ഉണ്ണി പറയുന്നു. ആ, തൊടാൻ വിടണ്ട, കെട്ടിപ്പിടിച്ചിരുന്നു. പക്ഷേ നീ അറിയാതെ പലതും നിന്റെ ഭാര്യ ചെയ്യും. കാരണം അവൾ അങ്ങനെയുള്ളവളാണ്. എവിടെ? അവളെ കാണുന്നില്ലല്ലോ. നിനക്ക് വയ്യാന്നറിഞ്ഞപ്പോ അവൾ വിട്ടിട്ട് പോയോ? അതാടാ നിന്റെ ഭാര്യ. പക്ഷെ ഏടത്തി അങ്ങനെയല്ല.
ഇപ്പോ ഏട്ടൻ നടന്നു തുടങ്ങിയ സത്യം നീ അറിഞ്ഞില്ലേ? അവർക്ക് നന്മകൾ മാത്രമേ സംഭവിക്കുള്ളൂ. ഇനി ഒരിക്കൽ കൂടി നീ കണ്ണേട്ടനെയോ കുഞ്ഞിനെയോ ഏടത്തിയെയോ പകവരുത്താൻ നോക്കിയാൽ പിന്നെ നിന്റെ കൊലയാളി ഞാൻ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് എന്നെ ഒരിക്കൽ കൂടി ഇങ്ങോട്ട് വരിപ്പിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നും പോകുകയാണ് മഞ്ജു. ഈ സമയം ഉണ്ണിയാണെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ ദേഷ്യം കൊണ്ട് അങ്ങനെ വിറച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ ദുർഗയാവട്ടെ ആകെ വിഷമത്തിൽ മഞ്ജു പറഞ്ഞതൊക്കെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഒരു ഓട്ടോ വന്ന് മുറ്റത്ത് നിൽക്കുന്നത്. നോക്കുമ്പോൾ കരുണ അതിൽ നിന്നും ഇറങ്ങുന്നു. പേടിച്ച് പേടിച്ച് കരുണയാണെങ്കിൽ അകത്തേക്ക് വരികയാണ്. ഈ സമയം കരുണയാവട്ടെ ദുർഗയെ കണ്ട് ആകെ വല്ലാതെയാവുന്നുണ്ട്. അവളാണെങ്കിൽ കടന്നു പരുങ്ങുന്നു, മാത്രമല്ല കരയുന്നുമുണ്ട്. ദുർഗയാവട്ടെ അവളെ ദഹിപ്പിക്കുന്നത് പോലെയുള്ള നോട്ടമാണ് നോക്കുന്നത്. അതുകൂടി ആകുമ്പോൾ കരുണയ്ക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ കരുണ അകത്തേക്ക് കയറി വരികയാണ്. ഡി, എന്തിനാടി നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? നിന്നെ ഞാൻ ഇവിടെ നിന്നും തല്ലി ഇറക്കി വിട്ടതല്ലേ, പിന്നെ എന്തിനാ നീ ഇങ്ങോട്ട് കയറി വന്നെന്നൊക്കെ ചോദിക്കുമ്പോൾ, അത് പിന്നെ അമ്മേ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ നടന്ന കാര്യങ്ങളിലൊന്നും ഞാൻ പങ്കാളിയല്ലെന്ന് പറഞ്ഞല്ലോ. പിന്നെ എന്റെ ഭർത്താവിനെ അനുസരിച്ചില്ലെങ്കിൽ ജീവിക്കാൻ കഴിയോ? ഓ, ഭർത്താവിനെ അനുസരിക്കുന്ന ഭാര്യ നല്ല പ്രവൃത്തികൾ ചെയ്ത് നന്നായിട്ട് ജീവിക്കാൻ നോക്കടി. അങ്ങനെയെങ്കിൽ നിനക്കും അവനും ഗുണങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇപ്പം എന്റെ മോള് മഞ്ജു വന്നു എന്നെ കുറ്റപ്പെടുത്തി. എല്ലാത്തിനും കാരണം നിങ്ങൾ രണ്ടുപേരുമാണ്. ഞാൻ നന്നാകാൻ നോക്കുമ്പോഴും നിങ്ങൾ കാരണം എനിക്ക് ദുഷ്പേര് മാത്രമേ കേൾക്കുന്നുള്ളൂ എന്നൊക്കെ പറയുമ്പോഴേക്കും അവിടേക്ക് മഞ്ജു വരികയാണ്. ഓ, വന്നോ തമ്പുരാട്ടി? എവിടെയാ? എവിടേക്കോ പോയിട്ട് വന്നിരിക്കുകയാണല്ലോ. ഓ, നിന്റെ മുത്തശ്ശിയുടെ ഉപദേശം കേൾക്കാൻ വേണ്ടി പോയതായിരിക്കുമല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കരുണയാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. അമ്മയ്ക്ക് കുറച്ചെങ്കിലും മനസാക്ഷിയോ അച്ഛനോട് സ്നേഹമോ ഉണ്ടെങ്കിൽ അച്ഛന്റെ കൊലയാളിയുടെ മകളായിട്ടുള്ള ഇവളെ ഈ വീട്ടിനകത്തേക്ക് കയറ്റുമോ? എന്തിനാടി നീ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നെന്നൊക്കെ ചോദിച്ചുകൊണ്ട് മഞ്ജു ആണെങ്കിൽ ദേഷ്യപ്പെടുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, മോളെ, ഞാൻ ഇവളെ കയറ്റിയതല്ല. ഇവളുടെ വയറ്റിൽ ഉണ്ണിയുടെ കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞിട്ടും എനിക്ക് ഇവളെ സ്നേഹിക്കാനായിട്ട് കഴിയുന്നില്ല. കാരണം അച്ഛന്റെ മരണം അത്രത്തോളം അമ്മയെ തളർത്തി കഴിഞ്ഞു. അമ്മ ഒന്നും പറയണ്ട, അമ്മ ഇവൾക്ക് കൂട്ടാണ്. പക്ഷെ നിങ്ങൾ മൂന്നുപേരും ഒരു കാര്യം ഓർത്തോ, നിങ്ങൾ മൂന്നുപേരും ഏടത്തിയുടെയും കുഞ്ഞിന്റെയും ഏട്ടന്റെയും നേർക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ ആ മാർക്കയുണ്ടല്ലോ, നിങ്ങൾ സുഖമായിട്ട് രാത്രി ഉറങ്ങുന്ന സമയത്ത് ഈ വീട്ടിലേക്ക് തീയെറിയും. അങ്ങനെ നിങ്ങൾ വെന്തുരുകി കത്തി നശിക്കുമെന്നൊക്കെ പറയുമ്പോഴേക്കും കണ്ണനാണെങ്കിൽ കാറിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. എന്തായാലും മഞ്ജു ആണെങ്കിൽ അവളുടെ എല്ലാ ദേഷ്യങ്ങളും അവിടെ അങ്ങനെ കൊട്ടി തീർക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്.